പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോവാണ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ. അതെ ഗൈസ്, കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ. ഇത് പിന്നെ കാർ പാർക്ക് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ഇതിൽ വേറെ കുറേ മിഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് പിന്നെ നമ്മൾ കളിക്കുന്നത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1 ആണ് കേട്ടോ. ഇതിൻ്റെ 2 കൂടി ഉണ്ട്. നമുക്ക് 2 കൂടിയും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ തൽക്കാലം 1 കളിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു വണ്ടിയുള്ളത്. ഇത് ഏതാ വണ്ടിയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ. അണ്ണാ, ഇത് നോക്കിയേ, ഇവിടെ ലെവൽസ് ഉണ്ട്, സിംഗിൾ പ്ലെയർ ഉണ്ട്, പിന്നെ ഇത് ഓൺലൈനായിട്ടും കളിക്കാൻ പറ്റും. ഇതൊക്കെ പാർക്കിങ്ങിൻ്റെ ലെവൽസാന്ന് തോന്നുന്നുണ്ട്. തൽക്കാലം പാർക്കിംഗ് വേണ്ട, നമുക്ക് വെറുതെ ഓടിച്ച് കളിക്കാം. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഹൈവേ സെലക്ട് ചെയ്യാം. ഹൈവേയിൽ നമുക്ക് വണ്ടി എടുത്ത് സ്പീഡിൽ പോവാം. ആടാ പിഞ്ചാനെ, അത് വളരെ നല്ലൊരു ഐഡിയ. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഹൈവേയിൽ സ്പീഡിൽ പോവാം. ഇത് എത്ര സ്പീഡിൽ പോകുന്നു കൂടി നമുക്ക് നോക്കി നോക്കാം. ഇത് പിന്നെ ഏതാ വണ്ടിന്ന് എനിക്കറിയില്ല. സംഭവം നൈസ് വണ്ടിയാ, ഒരു രക്ഷയില്ല. ഈ വണ്ടിക്ക് പിന്നെ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉണ്ട്. ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയേക്കാണ്. നമുക്കിനി ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കി നോക്കാം. ഈ വണ്ടി എത്ര സ്പീഡിലാണ് അവ പോവുക? അണ്ണാ, ഹൈവേയിൽ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, സ്പീഡിൽ പോയാൽ ഫൈൻ കിട്ടോ. പക്ഷെ 160 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ്. നമ്മൾ പക്ഷെ 160 കടന്നു. ഇപ്പോൾ 180 കടന്നു. നമ്മൾ നല്ല സ്പീഡിൽ പോവുണ്ട്. ഇത് 200 കടക്കോ? എനിക്ക് തോന്നണതേ ഈ വണ്ടി 200 കിലോമീറ്റർ കടക്കുന്ന. എടാ ഷിൻചാനെ, ഇത് ഗെയിമല്ലേ. ഗെയിമിലൊക്കെ റൂൾസ് പാലിക്കണം എന്ന് പറഞ്ഞ് അത് ശരിയാവില്ലല്ലോ. ഗെയിമിൽ നമുക്ക് തോന്നിയ പോലെ വണ്ടി ഓടിക്കാം, റിയൽ ലൈഫിൽ മാനിയായിട്ട് വണ്ടി ഓടിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ വണ്ടിയില്ലേ 210 കടന്നുട്ടാ. കുഴപ്പമില്ല. ഈ വണ്ടിയിൽ പിന്നെ എക്സോസ്റ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ ഇപ്പോൾ വണ്ടി 220 എത്താറായി. 220 എത്തുമോ? 219. 220. എനിക്ക് തോന്നണതേ 220 ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡെന്ന്. അത് കൊള്ളാം. ഇതെന്തത്, ടോളാണോ? അയ്യോ, ഇത് ടോളായിരുന്നു. വണ്ടിക്ക് കൺട്രോൾ കിട്ടണില്ല. ശരി എന്നാ. ഗൈസ്, നമുക്കിനി കുറച്ച് പാർക്കിങ്ങിൻ്റെ ലെവൽസ് കളിക്കാം. ഇതിപ്പോൾ ലെവൽ 1 ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ പോയിട്ട് പാർക്ക് ചെയ്യണം. ഇതൊക്കെ സിമ്പിളാണല്ലോ. ഇതൊക്കെ ഏത് പൊട്ടനും സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ അടുത്ത ലെവൽ സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ പാർക്കിങ്. ഈ ലെവൽ അപ്പോൾ സിമ്പിളായിരിക്കും. എന്തൊട്ടായാലും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ജസ്റ്റ് റൈറ്റിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അണ്ണാ, നമ്മുടെ വണ്ടിയിൽ പിന്നെ സെൻസർ ഉണ്ട് കേട്ടാ, മറ്റേ പാർക്കിംഗ് സെൻസർ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. നമുക്ക് പക്ഷെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് സെൻസറിൻ്റെയും ക്യാമറയുടെയും ആവശ്യമില്ല ഗെയിമിലായതുകൊണ്ട്. നമുക്കിനി റൈറ്റിൽ പോയിട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്താൽ മതി. ഇതൊക്കെ സിമ്പിൾ ലെവലാ. ഇതൊക്കെ ആർക്കാ പറ്റാത്ത? എടാ പിഞ്ചാനെ, ഈ ലെവലിൽ വ്യത്യാസമുണ്ട് ഇപ്രാവശ്യം. നമുക്ക് ഇതെന്തത്, വണ്ടിക്ക് നല്ല സൗണ്ടാണല്ലോ. എന്തൊട്ടായാലും കൊള്ളാം. നമുക്ക് ഇപ്രാവശ്യം പാർക്കിങ്ങിലാണ് പോകണ്ടേ. നമ്മൾ ഇത്രയും നേരം റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത്. നമുക്ക് നേരെ പോയിട്ട് പാർക്ക് ചെയ്താൽ മതി. ലെറ്റ്സ് ഗോ. ഈ ലെവലും പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അണ്ണാ, നമുക്ക് ഇപ്രാവശ്യം GTR കിട്ടി. ഇത് പക്ഷെ നൈസ് വണ്ടിയാ, എൻ്റെ ഫേവറേറ്റ് വണ്ടിയാ. നമുക്കപ്പോൾ ഈ GTR ഇല്ലേ, അത് ഇവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം. ഈ GTR നമുക്ക് വെറുതെ ഓടിക്കാൻ പറ്റില്ലേ? നമുക്കിത് പാർക്ക് ചെയ്യാൻ മാത്രമേ കിട്ടുള്ളൂ. എടാ, ഇപ്പോൾ പാർക്ക് ചെയ്യാൻ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മേടിക്കണം. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റില്ല, അതിന് കുറേ പൈസ ചിലവാകും. ഇവിടെ ഇപ്പോൾ ടഫായ ലെവലൊന്നും ഇല്ലേ, ഇതൊക്കെ ഈസി ലെവലാ. ടഫായ ലെവൽസൊക്കെ പതുക്കെ വരും. ഇതേതാ വണ്ടി?
ആ ഇത് BMW ഇതിൻ്റെ ഫ്രണ്ടില്ലേ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് BMW കാറാന്ന്. ബാക്കിൽ പിന്നെ വലിയ സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് ഈ വണ്ടിയും കൊണ്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. മേലെയാണ് നമുക്ക് പാർക്ക് ചെയ്യേണ്ടത്. നമുക്കിത് ഇവിടെ ഇങ്ങ് പാർക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഈ ലെവലും കൂടി കഴിഞ്ഞേക്കാണ്. അണ്ണാ ഇതെന്തത്? ഈ ലെവല് ഇച്ചിരി വ്യത്യാസമുണ്ടല്ലോ. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. നമുക്ക് കിട്ടിയ വണ്ടി കണ്ടില്ലേ? ഇത് ഹമ്മറാന്ന് തോന്നുന്നുണ്ട്. ആ ഇത് ഹമ്മറാ. ഈ വണ്ടിക്ക് അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്കപ്പോൾ ഈ വണ്ടി കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം. ഇത് പാർക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണു. ഇതിപ്പോൾ എവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ പിന്നെ പാർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കാരണം ഇതൊരു ഓപ്പൺ ഏരിയ. ലെറ്റ്സ് ഗോ. നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെ ഈ ലെവലും കംപ്ലീറ്റ് ആയിക്കാണ്. എടാ ഷിൻചാനെ പിൻചാനെ, നമുക്കിനി വെറുതെ ഓടിച്ച് കളിക്കാം. നമ്മളിപ്പോൾ വേറൊരു സ്ഥലം എടുത്തേക്കാണ്. ഇതൊരു മൗണ്ടൻ ഏരിയ. നമുക്ക് പറ്റിങ്ങ വേറെ വണ്ടി പിടിക്കാൻ നോക്കാണ്ട. ഇതെന്തത് വണ്ടി ചെറുതായിട്ട് ഡ്രിഫ്റ്റ് അടിച്ചല്ലോ. ആ അതിപ്പോൾ സീനില്ല. ഇവിടെയും ഹൈവേ ഉണ്ട്. ഞാൻ മൗണ്ടൻസാണ് സെലക്ട് ചെയ്തത്. ഇവിടെ പക്ഷേ ഒരു ഹൈവേ ഉണ്ട്. നമുക്ക് ഇവിടെ അങ്ങ് സ്പീഡിൽ പോവാം. സൈഡിൽ പിന്നെ ഒരു G-Wagon ഉണ്ട്, അതും പിങ്ക് കളറിൽ. ആ വണ്ടി ആരാണോ കൊടുത്തത്? അണ്ണാ ഇത് നോക്കിയേ, ഇവിടെ ഒരു സുപ്ര പോണു. അത് പക്ഷെ സുപ്ര MK5 ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ MK4 കണ്ടിട്ടുണ്ടായിരുന്നു. അത് എവിടെ കണ്ടേന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഗെയിമിലപ്പോൾ 2 സുപ്രയുണ്ട്. ഇതെന്തത്? നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. നമ്മുടെ വണ്ടി പക്ഷെ ഇടിച്ചു. എടാ പിഞ്ചാനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ പാർക്കിംഗ് മാത്രമല്ല, നമുക്ക് വേറെ കുറേ മിഷൻസ് ചെയ്യാൻ പറ്റും. ടാക്സി. ഈ ഗെയിമിൽ ബസ് ഉണ്ടോ? ബസ്സൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ കയ്യിൽ പക്ഷെ ബസ്സൊന്നുമില്ല. അതുകൊണ്ട് ആ മിഷൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പകരം ടാക്സിയുടെ മിഷൻ ചെയ്യാം. ഇവിടെ പിന്നെ ഒരാൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. വണ്ടിയുടെ ഫ്രണ്ടില്ലേ അത് ചെറുതായിട്ട് ഡാമേജ് ആയി. ഞാൻ ആ ഫോൺ എടുത്തില്ലേ, ഫോൺ എടുത്തപ്പോൾ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുണ്ടായേ. ആ അതിപ്പോൾ സീനില്ല, നമുക്കത് റിപ്പയർ ചെയ്യാം. ഇതാരാ ബാക്കിൽ നിന്ന് ഹോൺ അടിക്കണേ? ഇറങ്ങി അടിക്കാൻ തോന്നുന്നുണ്ട്. ഈ ഗെയിമിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതെനിക്കറിയില്ല. ഇതെന്തത്? അയാളത് ക്യാൻസൽ ചെയ്തു. ആ ബെസ്റ്റ്. ഇപ്പം എങ്ങനെ ഇരിക്കണേ? ഞായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ.